രാജ്യം മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഏറ്റവും അധികം ജനശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലങ്ങളിലൊന്നായി മാറുകയാണ് വയനാട്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് സംസ്ഥാനത്ത് തുടക്കമിട്ടത്. കോൺഗ്രസ് അധ്യക്ഷന് ഇവിടെ നിന്നും എളുപ്പത്തിൽ ജയിച്ചു പോകാനാകില്ല എന്ന് വ്യക്തമാക്കി പ്രചരണ രംഗത്ത് ശക്തമായി മുന്നേറുകയാണ് LDF സ്ഥാനാർത്ഥി PP സുനീറും NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും. വയനാട് തങ്ങളുടെ ഉറച്ച മണ്ഡലമാണ് എന്നാണ് UDFന്റെ നിലപാട്. ഇവിടെ ആര് UDF സ്ഥാനാർത്ഥിയായാലും വൻ വിജയം ഉറപ്പാണ് എന്നവർ മേനി പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ മത്സരിക്കുന്നത് ആരെങ്കിലുമല്ല, കോൺഗ്രസ് അധ്യക്ഷൻ സാക്ഷാൽ രാഹുൽ ഗാന്ധി. ഒറ്റ റോഡ് ഷോ കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി വയനാടിനെ ഇളക്കി മറിച്ചു. രാഹുൽ ഗാന്ധി വന്നല്ലോ, രാഹുൽ ഗാന്ധി വന്നല്ലോ, കേരളമാകെയുണർന്നല്ലോ, രാഹുൽ ഗാന്ധി വന്നല്ലോ, കേരളമാകെയുണർന്നല്ലോ, വരവേൽക്കാനായി വയനാടിൻ പടിവാതിൽ തുറന്നല്ലോ. രാജീവിൻ പ്രിയമോനല്ലോ, രാജ്യത്തിന്റെ വിളക്കല്ലോ, ഭാരതനാടിൻ മോചനമിനി ഈ കൈകളിലാണല്ലോ. അരുതായ്മയ്ക്കെതിരെ മത്സരിക്കാൻ എന്തുകൊണ്ട് വയനാട് തെരഞ്ഞെടുത്തു എന്ന് വിശദീകരിക്കാനാണ് പൊതുയോഗങ്ങൾ കൂടുതലായും രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്നത്. വയനാടിന്റെ നന്മയെക്കുറിച്ചും സഹവർത്തിത്വത്തെക്കുറിച്ചും മറ്റുള്ളവരോട് പറയും. ഈ നാട്ടിലെ സഹോദരനും മകനുമാണ് താൻ എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ആൾക്കൂട്ടത്തെ ചേർത്ത് പിടിച്ചു. കൂടെ കൈകോർത്തു നിൽക്കാം, രാഹുൽ ഗാന്ധി വന്നല്ലോ, കേരളമാകെയുണർന്നല്ലോ, വരവേൽക്കാനായി വയനാടിൻ പടിവാതിൽ തുറന്നല്ലോ. രാജീവിൻ പ്രിയമോനല്ലോ, രാജ്യത്തിന്റെ വിളക്കല്ലോ, ഭാരതനാടിൻ മോചനമിനി കൈകളിലാണല്ലോ. I would like to work with you to make it a center of sustainable tourism. I want to popularize the name of Wayanad all across the world. Say the ex-president of the United States, Mr. Obama, wants to go on holiday. He should say, I want to go to Wayanad. വയനാടിൻ മണ്ണിൽ ഭാരത മക്കളെ കൺമണി എത്തുമ്പോൾ പാടാം കൂടാം അഭിവാദ്യമേകാം. And I wanted to send a message to the rest of the country that there is a place called Wayanad where everybody lives happily together. രാജീവിൻ പ്രിയമോനല്ലോ, രാജ്യത്തിന്റെ വിളക്കല്ലോ, ഭാരതനാടിൻ മോചനമിനി കൈകളിലാണല്ലോ. And once I decided to fight an election from South India, automatically I realized that Wayanad was the best place to fight from. भारत माता की शान, भारत माता की शान, नेहरू इंदिरा राजीव गांधी परंपरा के धीर सपूत, भविष्य का तारा राहुल जी, भविष्य का प्यारा राहुल जी. രാഹുൽ ഗാന്ധി വരുന്നേ, രാഹുൽ ഗാന്ധി വരുന്നേ. For the last 5 years, we are fighting the ideology of Mr. Narendra Modi and the RSS. And the thinking behind the ideology is that only one perspective, one idea, one person should rule this country. And over the last 5 years, I have travelled across the country, been to South India, Kerala, Karnataka, Andhra, Northeast, West, North, and I've got a feeling that there is a sentiment in the country that there are multiple voices, multiple ideas, multiple languages. I come to Kerala, I go to Tamil Nadu, and I get the feeling, people tell me that why is the RSS trying to impose their view on us?
നവയുഗ പ്രതിഭേ രാഹുൽജി അങ്ങേക്കായി ഞങ്ങൾ കാത്തിരിപ്പിതാ. നവയുഗ പ്രതിഭേ രാഹുൽജി അങ്ങേക്കായി ഞങ്ങൾ കാത്തിരിപ്പിതാ. വർണ്ണവെറിയും വൈര്യങ്ങളും കൊട്ടു തീണ്ടിടാത്തൊരിന്ത്യക്കായി, പുതിയൊരു ഇന്ത്യക്കായി രാഹുൽ ഗാന്ധി വരവാ. ഗാന്ധി വരുന്നുണ്ട്, നമ്മുടെ സാരഥി വീരനൻ നായകൻ വയനാട്ടിലെത്തിയിട്ടുണ്ട്. രാഹുൽ വരുന്നുണ്ട്, രാഹുൽ ഗാന്ധി വരുന്നുണ്ട്, നമ്മുടെ സാരഥി വീരനൻ നായകൻ വയനാട്ടിലെത്തിയിട്ടുണ്ട്. കാത്തിരുന്നു കണ്ടോളൂ, ഓർത്തിരുന്നു ചെയ്തോളൂ, ആരൊക്കെ വന്നാലും എന്തൊക്കെ ചെയ്താലും രാഹുൽജി മുന്നിൽ തന്നെ, കൈപ്പറ്റി മുന്നിൽ തന്നെ. രാഹുൽ വരുന്നുണ്ട്, രാഹുൽ ഗാന്ധി വരുന്നുണ്ട്, നമ്മുടെ സാരഥി വീരനാം നായകൻ വയനാട്ടിലെത്തിയിട്ടുണ്ട്. വയനാടിൻ മലകൾ തിളങ്ങി രാഹുലിനായി സ്വാഗതമോദി, മലയാളക്കരയുടെ യശസ്സുകൾ എവിടെയും പൊങ്ങി, ഇന്ത്യയിൽ ആകെ തിളങ്ങി. വയനാടിൻ മലകൾ തിളങ്ങി. Manrega costs 35,000 crores a year. Manrega helped Sri Dhanya Suresh succeed. And the Prime Minister says Manrega is an insult to India. Helping Sri Dhanya Suresh succeed is an insult to India, according to the Prime Minister. Well, if Narega is an insult to the people of India, then why isn't Nirav Modi an insult to the people of India? Why isn't given the biggest defense contract in the world to a man who has never built an aircraft an insult to India? Why isn't demonetization an insult to India? Why isn't Gabbar Singh tax an insult to India? So we have decided that over the last 5 years, Mr. Narendra Modi has done grave injustice to the people of India. Manrega opened the door and allowed Sri Dhanya Suresh to succeed. Now we are going to break down the wall. One Sri Dhanya Suresh is not enough for us. We want 1,000 Sri Dhanya Sureshes from Wayanad. And I'm going to tell you how we are going to do it. മലയാളക്കരയുടെ യശസ്സുകൾ എവിടെയും പൊങ്ങി, ഇന്ത്യയിൽ ആകെ തിളങ്ങി. Is Malayali or Tamil any less important than other languages in the country? Is our history not as important as the history propagated by Mr. Narendra Modi? So, I thought that it's important for me to not only represent Amethi but also to represent the voice of South India. I wanted to give the southern states the feeling that you are as important as anybody else in this country. രാഹുൽ ഗാന്ധി വരുന്നേ, രാഹുൽ ഗാന്ധി വരുന്നേ. വരൂ വരൂ അണിചേരൂ രാഹുൽ ഗാന്ധിയോടൊപ്പം. വരൂ വരൂ അണിചേരൂ രാഹുൽ ഗാന്ധിയോടൊപ്പം. I think all forms of violence arise from weakness. The Congress party believes in non-violence. The Congress party believes in strength. And the Congress party does not believe in killing and murdering its opponents. Of course, you are aware of what goes on in this region, and I condemn it. വയനാടിൻ മലകൾ തിളങ്ങി രാഹുലിനായി സ്വാഗതമോദി, മലയാളക്കരയുടെ യശസ്സുകൾ എവിടെയും പൊങ്ങി, ഇന്ത്യയിൽ ആകെ തിളങ്ങി. വയനാടിൻ മലകൾ തിളങ്ങി രാഹുലിനായി സ്വാഗതമോദി, മലയാളക്കരയുടെ യശസ്സുകൾ എവിടെയും പൊങ്ങി. രാഹുൽ ഗാന്ധിയുടെ വിജയം മാത്രമല്ല വയനാട്ടിൽ UDF പ്രവർത്തകർ ലക്ഷ്യം വെക്കുന്നത്, മികച്ച ഭൂരിപക്ഷം കൂടി ഉറപ്പാക്കണമെന്ന വാശിയിലാണ് ഇവിടെ പ്രവർത്തകർ. ഏതായാലും തികഞ്ഞ ആത്മവിശ്വാസം ഇവിടുത്തെ UDF പ്രവർത്തകരിൽ കാണാനാകും. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ എതിർക്കുന്ന ഇടത് സ്ഥാനാർത്ഥി
PP സുനീറാണ്. 5ാം ക്ലാസ് ലീഡർ സ്ഥാനത്തേക്ക് ASF സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് സുനീർ തന്റെ രാഷ്ട്രീയ യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. 2011 മുതൽ 18 വരെ മലപ്പുറം CPI ജില്ലാ സെക്രട്ടറിയായിരുന്നു. CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഇത്തവണ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. പൊതുപ്രവർത്തകൻ ഉപമകൾ ആവശ്യമില്ലാത്ത രാഷ്ട്രീയ ദിശണ ഈ നാടിന്റെ വികസന മോഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇക്കുറി നിങ്ങളുടെ വോട്ട് അരിവാൾ നെൽക്കതിരടയാളത്തിൽ. വയനാട് മണ്ഡലത്തിലെ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ നിങ്ങൾക്കറിയുമോ? പൊന്നാനി മണ്ഡലത്തിൽ അഹമ്മദിനെയും ബനാത്വാലയും ഒക്കെ നേരിട്ടതിന്റെ അനുഭവ സമ്പത്തുമായാണ് PP സുനീർ വയനാട്ടിൽ മത്സരത്തിനിറങ്ങുന്നത്. മുൻപ് 1.5 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി ജയിച്ച വയനാട്ടിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം 20,870 ആക്കാൻ CPIയുടെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞു. ഇതിലാണ് സുനീറിന്റെ പ്രതീക്ഷ. ശരിക്കും ഒന്ന് കഷ്ടപ്പെട്ടാൽ വയനാട് മണ്ഡലത്തിലെ വിജയം തനിക്കൊരു കിട്ടാക്കനിയില്ലെന്ന് സുനീർ തറപ്പിച്ചു പറയുന്നു. എന്തുകൊണ്ട് അമേഠിയിൽ കോൺഗ്രസിനേക്കാൾ വലിയ പാർട്ടിയായി BJP വളർന്നു വന്നു? ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയണം. BJPയുടെ മത്സരം ഏറ്റെടുത്തുകൊണ്ട് ഉത്തരേന്ത്യയിൽ മത്സരിക്കാൻ, BJP വെല്ലുവിളിക്കാൻ അല്ലെങ്കിൽ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആർജവമുള്ള നേതാവാണെങ്കിൽ അദ്ദേഹം അമേഠിയിൽ നിന്ന് വരേണ്ടിയിരുന്നത് വയനാട്ടിലേക്കല്ല, ഗുജറാത്തിൽ പോയി ഏറ്റുമുട്ടേണ്ടതായിരുന്നു. അതായിരുന്നു ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ എല്ലാവരെയും നിരാശപ്പെടുത്തുന്ന തീരുമാനമാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസ് എടുത്തത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആകാശത്ത് പോകുന്ന ആളെ ഏൽപ്പിച്ചാൽ അടുത്ത 5 വർഷക്കാലം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ആകാശത്ത് നോക്കി ഇരിക്കേണ്ടി വരും. ഭൂമിയുടെ ഒരു കാര്യത്തിലും നമുക്ക് ഒരാളെയും കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല. അത്തരം ദുരവസ്ഥ അനുഭവിച്ചു തീർത്ത ജനങ്ങളാണ് നമ്മുടെ ജനാധിപത്യ സംസ്കാരം അനുസരിച്ച് വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ആളുകളുടെ ഫോട്ടോ വാങ്ങി ചുവരിൽ തൂക്കി അതിൽ പൂമാല ചാർത്തി പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളുകളല്ല മലയാളികൾ. അങ്ങനെയുള്ള ആഘോഷിക്കുന്ന എഴുന്നള്ളത്തുകളെയൊന്നും ആഘോഷിക്കുന്നവരല്ല നമ്മൾ. നമ്മുടെ രാജാഭരണത്തെയും ഇതുപോലുള്ള വ്യക്തിപൂജയും ഒക്കെ അവസാനിപ്പിച്ച ആളുകളാണ്. അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതേ നമ്മുടെ നാടിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി നാട്ടുകാർക്ക് ഒരു വോട്ട്, അതാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. നല്ലൊരു ഭരണം നമ്മുടെ നാട്ടിൽ വരുമാ, നമ്മൊരു വോട്ട് പാഴാക്കാതെ നൽകാം. നല്ലൊരു ഭരണം നമ്മുടെ നാട്ടിൽ വരുമാ, നമ്മൊരു വോട്ട് പാഴാക്കാതെ നൽകാം. വാളും നൽകതിരും. വോട്ടർമാരെ കണ്ട് തനിക്ക് പിന്തുണ ഉറപ്പിക്കുന്ന തിരക്കിലാണ് ഇടത് സ്ഥാനാർത്ഥി PP സുനീർ. രാഹുൽ ഗാന്ധിയെ പോലെ ഒരു കരുത്തന് ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് രംഗത്ത് നേരിടേണ്ടി വരും എന്നതിന്റെ തുടക്കഘട്ടത്തിൽ ഒരു പക്ഷേ പ്രതീക്ഷിച്ചു കാണില്ല. ഇപ്പോൾ എത്രമാത്രം ആത്മവിശ്വാസമുണ്ട് ഈ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്? വളരെ വലിയ ശുഭപ്രതീക്ഷയാണ് ഈ പ്രചരണത്തിന്റെ ഏകദേശം അവസാന ഘട്ടത്തോടെടുക്കുമ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്കുള്ളത്. പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനാണ് ശ്രമിച്ചത്. ഏകദേശം ഒരു 5 ലക്ഷത്തോളം വോട്ടർമാരെ നേരിൽ കാണാനും മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുമായി സംസാരിക്കാനും അവസരം കിട്ടി. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധിയൊക്കെ മാധ്യമങ്ങളിലും ചാനലുകളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് എങ്കിൽ അതല്ലാതെ ജനങ്ങളുടെ മനസ്സിൽ, പ്രത്യേകിച്ച് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികളായ വോട്ടർമാരുടെ മനസ്സിൽ ഒരു സ്ഥാനവും നേടാൻ സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക്. നല്ലൊരു ഭരണം നമ്മുടെ നാട്ടിൽ വരുമാ, നമ്മൊരു വോട്ട് പാഴാക്കാതെ നൽകാം. നല്ലൊരു ഭരണം നമ്മുടെ നാട്ടിൽ വരുമാ, നമ്മൊരു വോട്ട് പാഴാക്കാതെ നൽകാം. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഈ മത്സരത്തിൽ ഞങ്ങൾ കാണുന്നത് 2-3 പ്രധാനപ്പെട്ട വസ്തുക്കൾ. ഒന്ന്, കാർഷിക മേഖലയാണ്. വയനാടിൻ്റെ ഒരു സമ്പദ്ഘടന തന്നെ കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയാണ്. ഒരു കാലത്ത് നമ്മുടെ കേരളത്തിലെ ഗൾഫ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് നമ്മുടെ വയനാട്. ആ കാർഷിക മേഖലയെ തകർത്തത് കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയങ്ങളാണ്. ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ASEAN കരാറിലൂടെ ഉണ്ടായ പുതിയ സംവിധാനമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇഷ്ടംപോലെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടിയുള്ള അനുവാദം കൊടുത്തു. നമ്മുടെ നാടിൻ്റെ കർഷകരുടെ നട്ടലൊടിച്ച ഗവൺമെൻറ് 2ാം UPA ഗവൺമെൻറ്റാണ്. വയനാടിൻ്റെ കാർഷിക മേഖല തകർന്നടിഞ്ഞത് ആ ഗവൺമെൻറ് തുടങ്ങി വെച്ച കാർഷിക നയങ്ങളുടെ ഭാഗമായിട്ടാണ്. ഇപ്പോഴും അതിൽ നിന്നൊരു മോചനം നേടാൻ വയനാട്ടിലെ കർഷകർക്ക് സാധിച്ചിട്ടില്ല. അവർ കാർഷിക വൃത്തി ഉപേക്ഷിച്ച് മറ്റു പല മേഖലകളിലേക്കും തിരിഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിന് മാറ്റം വരുത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. രണ്ടാമത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, വ്യക്തിപരമായി ഞാൻ സ്ഥാനാർത്ഥി നല്ലത്, വയനാടിൻ്റെ ടൂറിസം ഹബ്ബായി ഡെവലപ്പ് ചെയ്യാൻ കഴിയാവുന്ന നല്ല സാധ്യതകളുള്ളൊരു പ്രദേശമാണ് വയനാട്. ഊട്ടിയോടും മൈസൂറിനോടും ഒക്കെ ചേർന്ന് കിടക്കുന്ന കേരളത്തിൻ്റെ ഏറ്റവും പ്രകൃതി സുന്ദരമായ, കാലാവസ്ഥ അനുകൂലമായ വളരെയേറെ സാധ്യതകളുണ്ട്. അത് പ്രയോജനപ്പെടുത്തിയാൽ
ഒരു ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായി വയനാട് ഡെവലപ്പ് ചെയ്താൽ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്താൻ സാധിക്കും. അതോടൊപ്പം മതന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ ഇവിടെ വളരെ ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നമാണ്. ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങളിൽ കോൺഗ്രസ് എടുക്കുന്ന ഇരട്ടത്താപ്പ് അത് വളരെ പ്രകടമാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാജസ്ഥാനും മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസ് അവിടെ പ്രകടന പത്രികയിലും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവരുടെ പ്രവർത്തന പരിപാടികളിലും ആ ഗവൺമെൻറ് പ്രവർത്തന പരിപാടികളിലും BJPയേക്കാൾ മോശപ്പെട്ട രീതിയിലുള്ള മുമ്പ് BJPയുടെ B ടീമാണ് എന്ന് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ BJPയുടെ A ടീമായാണ് കോൺഗ്രസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പോരാട്ടത്തിൻ വഴികൾ, ത്യാഗത്തിൻ്റെ വഴികൾ. തെരഞ്ഞെടുപ്പിൽ പ്രതിഫലനം ഉണ്ടാക്കാൻ വളരെ സാധ്യത. പക്ഷേ കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെയാണ് അവർക്ക് വോട്ട് കൂടുതൽ. പിന്നെ തിരുവനന്തപുരം തൊട്ട് വന്ന ആളുകളാണ്. അവരെല്ലാം കൂടി വയനാട്ടിൽ വോട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. വയനാട്ടിൽ വോട്ടർമാരാണ് നിർത്തുമ്പോഴാണല്ലോ വയനാട്ടിൽ വോട്ടുണ്ടാവുന്നത്. അതിന് സാധ്യത ഇവിടെ തീരെ നോക്കിയാൽ കാണാനില്ല. 2 തെരഞ്ഞെടുപ്പുകൾ ഇതിന് മുൻപ് വലിയ ആളുകളോട് തന്നെ ഏറ്റുമുട്ടി. മൂന്നാമതും അത്തരത്തിലൊരു കടുത്ത പോരാട്ടം തന്നെ. എത്രമാത്രം വലിയൊരു വിജയപ്രതീക്ഷയാണുള്ളത്? വലിയ ആളുകളെ ഞാൻ ചോദിച്ചു വാങ്ങുന്നതല്ല. ഞാൻ മത്സരം തുടങ്ങിയ ശേഷമാണ് രാഹുൽ ഗാന്ധി എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ച് പോയതല്ല. അതുകൊണ്ട് അത് ജനം തീരുമാനിക്കട്ടെ. പിന്നെ വിജയപ്രതീക്ഷ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ നയമാണ്. ഇടതുപക്ഷത്തിൻ്റെ നയം കോൺഗ്രസിൻ്റെ നയം തമ്മിലാണ് ഏറ്റുമുട്ടത്. വ്യക്തിപരമായൊരു മത്സരമല്ല, ഒരു സൗന്ദര്യ മത്സരമല്ല പാർലമെന്റിലേക്ക്. അദ്ദേഹം ഇപ്പോഴും ഈ രാഷ്ട്രീയം എന്താണ് എന്ന് വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇടതുപക്ഷത്തിനെതിരെ മത്സരം കൊണ്ട് എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സന്ദേശം? മുഖ്യമന്ത്രി ചോദ്യത്തിന് ഇതുവരെ മറുപടി പറയാൻ കഴിയും. അദ്ദേഹം ഇടതുപക്ഷത്തെ ആക്രമിക്കില്ല എന്ന് വ്യക്തമാക്കുന്നു. അങ്ങനെയില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം അതൊരു രാഷ്ട്രീയ സഖ്യത്തിനുള്ള ഒരു സാധ്യത തുറന്നു വെക്കുന്നു. അത്തരം വലിയൊരു രാഷ്ട്രീയ നീക്കത്തിന് കൂടി അദ്ദേഹം തയ്യാറാണ്. അത് 2004 മുതൽ ഉണ്ടായിരുന്ന ഒരു ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒരു സവിശേഷത നോക്കിയാൽ ഇടതുപക്ഷത്തെ ഒരു കാരണവശാലും എതിർക്കാനുള്ള ധാർമ്മികമോ രാഷ്ട്രീയമോ അവകാശം കോൺഗ്രസിനില്ല. 2004 ആദ്യ BJP ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് മാറ്റുമ്പോൾ ഇടതുപക്ഷത്തിന്റെ 62 MPമാരാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ. അന്ന് ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പോൾ എന്നൊരു ചോദ്യം ഉയർന്നു വന്നിരുന്നു. സോണിയാഗാന്ധിക്കെതിരെ അതിശക്തമായ ഭാഷയിൽ BJP ആക്രമണം നടത്തി. അന്ന് കോൺഗ്രസ്സുകാർ മടിച്ചു നിൽക്കുകയായിരുന്നു. സോണിയാഗാന്ധിയെ പിന്തുണക്കാൻ കോൺഗ്രസ്സുകാർ മടിച്ച സന്ദർഭത്തിൽ CPIഎമ്മിന്റെ ജനറൽ സെക്രട്ടറി സഹ വർഗീഷ് സുർജിത്താണ് ആദ്യമായി സോണിയാഗാന്ധിക്ക് ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ഈ രാജ്യത്തിന്റെ പൗരത്വമുള്ളതുകൊണ്ട് പ്രധാനമന്ത്രിയാകുന്നത് ഒരു തടസ്സവുമില്ല എന്ന് കോൺഗ്രസ്സുകാരെക്കാൾ മുമ്പ് പ്രഖ്യാപിച്ചത് ഇടതുപക്ഷമാണ്. ഞങ്ങളെല്ലാ കാലത്തും മതനിരപേക്ഷ ഇന്ത്യക്ക് വേണ്ടി നിലനിന്നിട്ടുള്ള ആളുകളാണ്. കോൺഗ്രസ് അങ്ങനെയല്ല. ഞങ്ങൾ VP സിംഗ് ഗവൺമെന്റിനെ, ഐക്യഗുജറാൾ ഗവൺമെന്റിനെ, ദേവഗൌഡ ഗവൺമെന്റിനെ ഒക്കെ പിന്താങ്ങിയത് ഇടതുപക്ഷമാണ്. പക്ഷെ അവർ BJPയോടൊപ്പം ചേർന്ന് VP സിംഗ് ഗവൺമെന്റിനെതിരെ അട്ടിമറി നടത്തിയ പാരമ്പര്യമുള്ളവരാണ് അവർ. ഞങ്ങൾ ആ തരത്തിൽ ഒരു വിട്ടുവീഴ്ചയും പ്രത്യേകിച്ച് കേരളത്തിൽ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ച് എല്ലാ വിഭാഗം ആളുകളുടെയും വിശ്വാസം ആർജിച്ചുകൊണ്ട് യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെ പോകുന്ന മുന്നണിയാണ് ഇടതുപക്ഷ മുന്നണി. കോൺഗ്രസ്സാണ് രാഷ്ട്രീയമായി ഇത്തരത്തിലുള്ള ഒരു വിഡ്ഢിത്തരം, ഒരു അവിവേകം, അല്ലെങ്കിൽ ഈ ജനാധിപത്യ മതേതര വിശ്വാസികളെ ആ മുന്നേറ്റത്തിന് നിരാശപ്പെടുത്തുന്ന ഒരു തീരുമാനമെടുത്തത് കോൺഗ്രസ്സാണ്. അവരാണ് അതിന് മറുപടി പറയേണ്ടത്. ഏതായാലും കോൺഗ്രസ് അധ്യക്ഷനെ ശക്തമായി തന്നെ തെരഞ്ഞെടുപ്പ് വേദിയിൽ നേരിടാം എന്ന് തന്നെയാണ് കരുതുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധിയെ ഞാനും 17 ലോക്സഭയിലുണ്ടാവും. അദ്ദേഹം ഭാഗ്യമുണ്ടെങ്കിൽ അമേഠിയിൽ നിന്ന് ജയിച്ചു വരും, ഞാൻ വയനാട്ടിൽ നിന്ന് ജയിച്ചു പോകും. എല്ലാവിധ ആശംസകളും. BDJS തലവൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് വയനാട്ടിൽ NDAയുടെ സ്ഥാനാർത്ഥി. കന്നി അംഗത്തിനാണ് ഇറങ്ങുന്നതെങ്കിലും അതിന്റെ പരിഭവമൊന്നും തുഷാർ വെള്ളാപ്പള്ളിക്കില്ല. SNDPയിലൂടെ തന്റെ സംഘടനാ പാടവം തെളിയിച്ചിട്ടുണ്ടെന്നാണ് തുഷാർ പറയുന്നത്. ഒപ്പം തന്നെ കേരളത്തിലെ ഒരു വലിയ സമുദായത്തിന്റെ പിന്തുണയും തനിക്കുണ്ടെന്ന് തുഷാർ അവകാശപ്പെടുന്നു. ഒരു വെല്ലുവിളി ഏറ്റെടുത്താണ് തുഷാർ വെള്ളാപ്പള്ളി വയനാട്ടിലെത്തുന്നത്. ആദ്യം പൈലി വാദിയായിട്ടായിരുന്നു ഇവിടെ BDJSന്റെ സ്ഥാനാർത്ഥി. എന്നാൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടെ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് തുഷാർ വെള്ളാപ്പള്ളി ഇങ്ങോട്ടെത്തി. തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രചരണത്തിനൊപ്പമാണ് നമ്മളിനി കുറച്ചു സമയം നീങ്ങുന്നത്. നമ്മുടെ യോമൻ തുഷാർ വെള്ളാപ്പള്ളിയെ നിങ്ങൾ കണ്ടോ, ഉണർന്നോ? അക്രമ വിപ്ലവ രാഷ്ട്രീയത്തെ വെല്ലാൻ, പടവെട്ടാൻ, സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കാൻ നൽകണം. ഒരു വെല്ലുവിളിയായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് ആണ് വയനാട്ടിലേക്ക് വന്നത്. രാഹുൽ ഗാന്ധി വരുന്നു എന്നറിഞ്ഞു തന്നെയാണ്. ഈ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴും അതൊരു ശരിയായ തീരുമാനമാണ് എന്ന് തന്നെയാണ് തോന്നുന്നത്. തീർച്ചയായും ശരിയായ തീരുമാനം തന്നെയാണ്. ഞാൻ തൃശ്ശൂർ ജയിക്കുന്ന സീറ്റിൽ തന്നെയായിരുന്നു അവിടെ മത്സരിക്കുകയും അവിടെ അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ഡിക്ലറേഷൻ വന്നത്. അപ്പോൾ അതിന് കേന്ദ്ര നേതൃത്വം എന്നോട് ആവശ്യപ്പെട്ടു ഇങ്ങോട്ട് വന്ന് മത്സരിക്കണമെന്ന് പറഞ്ഞു. ശരിയായ തീരുമാനം തന്നെയാണ്. ശക്തമായി തന്നെയാണ് ഞങ്ങൾ മത്സരം കാഴ്ചവെക്കുന്നത്.
ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഒരു പിന്തുണ ഉറപ്പാക്കാൻ എന്താണ് പ്രധാനമായും BDJS-ഉം BJP-യും മണ്ഡലത്തിൽ? ന്യൂനപക്ഷങ്ങൾ NDAക്ക് അനുകൂലമായി തന്നെയാണ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ളത്. ഇപ്പോൾ ഗോവ ഉൾപ്പെടെയുള്ള എത്രയോ സ്ഥലങ്ങളിൽ ഇന്ന് ക്രിസ്ത്യൻ സമുദായം, മുസ്ലിം സമുദായത്തിലുള്ള ആളുകളുടെ കൂട്ടായ്മയിലൂടെ തന്നെയാണ് NDA ഗവൺമെന്റ് പല സ്ഥലങ്ങളിലും ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ന്യൂനപക്ഷ വോട്ട് NDAക്ക് എതിരാണ് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. ഈ മണ്ഡലത്തിൽ കുറേ ദിവസമായി പ്രചരണ രംഗത്തുണ്ട്. ആളുകളെ അടുത്തറിയാനും കഴിഞ്ഞു, പലരുമായി സംവദിക്കുന്നു. എന്താണ് ഈ മണ്ഡലത്തിൽ പ്രധാനമായും ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന, അങ്ങേക്ക് മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം? എന്താണ് അതിനൊരു പരിഹാരം കാണാനും ഒക്കെ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായി ഇവിടെ ഒരുപാട് MP-മാരും MLA-മാരും ഉണ്ടായിട്ടുണ്ട്. ഇവരൊന്നും ഇന്നുവരെ ഒരു കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല. അതായത് ഇവിടെ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ, അതുപോലെ ഹോസ്പിറ്റലുകൾ, ഇപ്പം ഇന്ത്യൻ ഒരു റെയിൽവേ ലൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ വെച്ച പ്രപ്പോസലാണ്. അതുപോലും ഇവിടെ നടന്നിട്ടില്ല. അതുമാത്രമല്ല, ഇങ്ങോട്ടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ റോഡുകളൊന്നും ഇവിടെ വരാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇന്നും ആദിവാസികളും ഇവിടെ സാധാരണക്കാരും ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പിന്നോക്ക ജില്ലയാണിത്. ഇത്രയും വർഷങ്ങൾ LDF-നും UDF-നും അല്ലെങ്കിൽ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെയ്യാൻ കഴിയാതിരുന്ന കാര്യം ഇനി നാളുകൾ ചെയ്യുമെന്ന് ജനത്തിനോട് പറഞ്ഞാൽ എങ്ങനെ ജനം വിശ്വസിക്കും? വയനാട് പോലൊരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി പോലൊരു സ്ഥാനാർത്ഥി, അതേസമയം തുഷാർ വെള്ളാപ്പള്ളി ഒരു കന്നി അംഗക്കാരനുമാണ്. ഈ എത്രമാത്രം ഒരു പരിചയ സമ്പന്നത ഇതിൽ നേടുന്നു? ഇത് ഒരു കരുത്ത് എങ്ങനെ സംഭരിക്കാൻ കഴിഞ്ഞു? അത് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. ഇത് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. അല്ല ചെറിയൊരു പാർട്ടിയുടെ കൂടെയോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ കൂടെ അല്ല നിൽക്കുന്നത്. അത് ഇന്ത്യ ഭരിക്കുന്ന എൻ്റെ പ്രധാനമന്ത്രി ഉൾപ്പെടെ അതിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരം അവരുടെ സഹായത്തോടും അവരുടെ നിർദ്ദേശത്തിനനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഞാൻ ഭയപ്പെടേണ്ട കാര്യം. ഏതായാലും ഈ ഒരു വലിയ വെല്ലുവിളി ഏറ്റെടുത്തു. പ്രവർത്തകരുടെയും ഒപ്പം വോട്ടർമാരുടെയും ഒക്കെ ഒരു പ്രതികരണം എന്താണ് ഈ പ്രചരണം? വളരെ നല്ല പ്രതികരണമാണ്. കാരണം എന്ന് വെച്ചാൽ നാളുകൾ ഏതാണെങ്കിലും ഇവിടെ NDA ഗവൺമെന്റ് അധികാരത്തിൽ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ജനത്തിനില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വയനാടിന് ഒരുപാട് തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് NDA വഴി എനിക്ക് എത്തിക്കാൻ കഴിയും എന്ന വലിയ ആത്മവിശ്വാസം ജനങ്ങളുടെ ഇടയിലുണ്ട്. അതുതന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിന് ഞങ്ങൾ ആക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എത്രമാത്രം വലിയൊരു വിജയപ്രതീക്ഷയാണ് മുന്നിലുള്ളത്? ശക്തമായി ഞങ്ങൾ മത്സരിക്കുന്നു, വിജയിക്കും എന്ന് തന്നെ ധരിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതായത് എല്ലാവിധ ആശംസകളും നേരുന്നു. ജനമെല്ലാം കൂടെയുണ്ടേ, പോരാടാൻ കൂടെയുണ്ടേ, വയനാടിൻ തട്ടകത്തിൽ കൂടെയുണ്ടേ. ഇത്തവണ ഓരോ വോട്ടും നൽകിയിടാം തുഷാർജിക്ക്. വിജയശ്രീലാളിതനാകും തുഷാർ വെള്ളപ്പള്ളിക്കായി. ജയ് വിളിച്ചു മുന്നേറിയിടാം എന്നും നന്നായി. ജയ് ബോലോ ജയ് ബോലോ, ജയ് 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 ബോലോ, തുഷാർ വെള്ളപ്പള്ളിക്ക് ജയ് 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 ബോലോ. വയനാട്ടിൽ ആരു ജയിച്ചാലും അതൊരു ചരിത്ര സംഭവമാകും. തോൽക്കുന്നവരെയും എക്കാലവും ഈ നാട് ഓർമ്മിക്കും. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു ഏടായിരിക്കും വയനാട്ടിലെ ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്.